ആരവല്ലിയിൽ സുപ്രീം കോടതി ഇടപെടൽ. വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കും. അതുവരെ ഖനനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. സുമോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആരവല്ലിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോഴാണ് വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? നൗഫൽ, നിലവിൽ ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ സമയത്ത് തന്നെ ചില വിവാദ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതി റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഒരു പർവ്വതം എന്നുള്ള ഹിൽ എന്താണെന്നുള്ള ഒരു നിർവചനം കൂടി ഇതിനകത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അത് 100 സാധാരണ ഒരു സ്ഥലത്ത് നിന്നും ഒരു 100 മീറ്ററിൽ താഴെ ഉയരമുള്ളത് അത് പർവ്വതമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഒരു വിവാദമായ ഒരു നിർദ്ദേശമുണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ 100 മീറ്ററിന് താഴെയുള്ള ഈ കുന്നുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കാൻ തന്നെയായിരിക്കും ഈ കോറി മാഫിയ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിധി നടപ്പാക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി വലിയ പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചിരുന്നത്. സുപ്രീം കോടതി സ്വമേധയാ തന്നെയായിരുന്നു കേസ് എടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദഗ്ധ സമിതി നേരത്തെ നൽകിയ ഈ പർവ്വതത്തിന്റെ ഉയരം അടക്കമുള്ള വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സമിതി റിപ്പോർട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രശ്നമുണ്ടായത്, സാധാരണ ഒരു പർവ്വതത്തിന്റെ ഉയരം കണക്കാക്കുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉള്ള ഒരു ഉയരമാണ് കണക്കാക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഉയരമല്ല. ആ പർവ്വതം നിലനിൽക്കുന്ന പ്രദേശത്തേക്കാളും ഒരു 100 മീറ്ററിന് താഴെ എന്നുള്ള തരത്തിലുള്ള ഒരു വിവാദ നിർദ്ദേശമായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സമിതി റിപ്പോർട്ട് വിദഗ്ധമായി പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ കൂടി നിയോഗിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന് നോട്ടീസ് സുപ്രീം കോടതി അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉന്നാവ് കേസിലായാലും ആരവല്ലി കേസിലായാലും പൊതുസമൂഹത്തിൽ നിന്നും ഡൽഹിയിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരവല്ലിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോറിക്കെതിരെ, ഖനന മാഫിയക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം, ഈ ജസ്റ്റിസിന്റെ മുൻവിധി ഉണ്ടായിരിക്കുന്നത്, ജസ്റ്റിസ് BR ഗവായിയുടെ മുൻവിധികൾ സഹായിക്കുന്നത് കോറി മാഫിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രക്ഷോഭങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ ഫലം കണ്ടുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി മുൻ റിപ്പോർട്ടുകൾ നടപ്പാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇനി ആരവല്ലിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കണമെങ്കിൽ പുതിയ സമിതിയെ നിയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സമിതിയെ സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്.